ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പല റീൽസിലും കാണുമ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ചിലത് നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അവർ ഡൗൺലോഡ് ചിലപ്പോൾ ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മളതിൻ്റെ ഷെയർ എടുത്തിട്ട് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വേറെ വഴി ഉണ്ടായിരുന്നു. നമുക്ക് ഓൾ വീഡിയോ ഡൗൺലോഡർ എന്നുള്ളത് നമുക്കിപ്പോൾ ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ ഷോർട്സിൽ ആഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഷോർട്ട് കട്ടിൽ ആഡ് ചെയ്ത് വെച്ചാൽ അങ്ങനെ ചെയ്യണ ഒരു ഓപ്ഷൻ. ഇനി ഇതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ കണ്ടു, ആ റീൽ കണ്ടാൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ഒന്നും പോകണ്ട. നമ്മളെന്ത് ചെയ്യണം വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ഷെയർ ബട്ടൺ കൊടുക്കുക. ആ ഷെയർ കൊടുക്കുമ്പോൾ നമുക്ക് പല ഓപ്ഷനുകളുണ്ടല്ലോ. അതിൽ സ്റ്റോറി എന്നുള്ള നമുക്ക് സ്റ്റോറി ആക്കാം. നമുക്ക് ഏത് വീഡിയോ എടുത്തിട്ട് നമുക്ക് സ്റ്റോറി ആക്കാമല്ലോ. അപ്പോൾ ആ സ്റ്റോറിയിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് സൂം ചെയ്ത് കറക്റ്റാക്കിയിട്ട് ഡൗൺലോഡ് സേവ് കൊടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളെ ഇതിലുണ്ടാവും, ഗാലറിയിലുണ്ടാവും. സിമ്പിളാണ്. വെറും ഒരു മിനിറ്റ് പോലും വേണ്ട. അത്ര സിമ്പിളായിട്ട് നമുക്കൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. അതിന് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ഒരു കാര്യമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ഇതിനു വേണ്ടി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഐഫോണിൽ ആ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് മെനക്കെടുണ്ട്. അത് അങ്ങനെ കൊടുക്കുന്നുണ്ടാക്കും. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. അത് സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.